യേശു ക്രിസ്തുവിൽ ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ഈ പഠന പരമ്പരയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. യേശു ക്രിസ്തുവിന്റെ കൃപയാൽ എബ്രായലേഖനം 6-ാം അധ്യായത്തിലെ യഹൂദ വിശ്വാസികൾക്ക് നൽകപ്പെട്ട 5 പ്രത്യേകമായിരിക്കുന്ന രക്ഷയുടെ ആനുകൂല്യങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ പഠന പരമ്പരയിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത്. The more this subject is presented, greater the response of the people from those believe that one can lose their salvation. ഞാൻ ഈ വിഷയം അവതരിപ്പിക്കും തോറും രക്ഷ നഷ്ടപ്പെടുത്താൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന രക്ഷയുടെ ഉറപ്പില്ലാത്ത ആളുകൾക്ക് അതിന്റെ പ്രതികരണം വളരെ രൂക്ഷമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലായി എബ്രായലേഖനം 6-ാം അധ്യായത്തിന്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനം രുചിച്ച് അറിയുകയും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെ ആസ്വദിക്കുകയും ചെയ്തവർ എന്ന് പറയപ്പെടുന്ന ഈ വചനഭാഗത്തെ സംബന്ധിച്ച് 4 ഭാഗങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇനി ഈ എബ്രായലേഖനത്തിന്റെ അനുവാചകരായ ഈ പ്രിയപ്പെട്ടവർക്ക് ലഭിച്ച 5-ാമത്തെ പ്രിവിലേജ് ആനുകൂല്യത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആ 5-ാമത്തെ ആനുകൂല്യം പറയുന്നത് they have tasted the powers of the age that is to come. വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെ അവർ ആസ്വദിച്ചവരായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആസ്വദിക്കുക എന്ന വാക്കിന് അനുഭവിക്കുക എന്നാണ് ചില ആളുകൾ വ്യാജമായി മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ സിംപ്ലി ദേ ടേസ്റ്റഡ് ഇറ്റ്, ദേ സാമ്പിൾഡ് ഇറ്റ്. അതിന്റെ സാമ്പിളും നോക്കി എങ്ങനെയുണ്ട് കൊള്ളാമെന്ന് നോക്കി കൊള്ളാം എന്ന് അഭിപ്രായപ്പെട്ടു. ദ ഏജ് ടു കം ഈസ് ദ ഫ്യൂച്ചർ കിങ്ഡം ഓഫ് ക്രൈസ്റ്റ്. വരുവാനുള്ള ലോകം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിക്കാൻ പോകുന്ന ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യത്തിന്റെ ശക്തി, അതായത് ദൈവരാജ്യ ശക്തി എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ ശക്തിയാണ്, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ശക്തി. ഈ യഹൂദന്മാര് വാസ്തവത്തില് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അനധി വിദൂര ഭാവിയിൽ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന് യെരുശലേം യഥാസ്ഥാനമാക്കിക്കൊണ്ട് അതിന്റെ ക്യാപിറ്റലാക്കി തീർത്തുകൊണ്ട് ലോകത്തിൽ തന്റെ രാജ്യം സ്ഥാപിച്ച് 1000 ആണ്ട് അക്ഷരികമായി ഈ ഭൂമിയിൽ വാഴുന്ന ആ വാഴ്ചയുടെ കാലഘട്ടത്തിൽ അരങ്ങേറാൻ പോകുന്ന അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും മുന്നോടിയാകുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടവരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നിവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയായി കർത്താവിന്റെ എർത്തലി കിങ്ഡത്തിൽ വരുവാനുള്ള രാജ്യത്തിൽ ഇനി അരങ്ങേറാനുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. ആ അത്ഭുതങ്ങളുടെ മുന്നോടിയായി ഇവർ ഇത് കണ്ടവരാണ്. അങ്ങനെ കണ്ടവർ എന്ന നിലയിൽ എന്ത് ചെയ്തു? ദേ ടേസ്റ്റഡ് ദം. അവർ അതിനെ രുചിച്ച് നോക്കിയവരാണ്. ദേ സോ ദി അപ്പോസ്റ്റൽസ് ഡു ദി സൈൻസ് ആൻഡ് വണ്ടേഴ്സ് ലൈക്ക് ദോസ് ദാറ്റ് വിൽ ബി റീപ്രൊഡ്യൂസ്ഡ് ഇൻ ദ മില്ലേനിയൽ കിങ്ഡം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ രാജ്യത്തിൽ സംഭവിക്കാൻ ഇനിയുള്ള അത്ഭുതങ്ങളുടെ മുന്നോടിയായി തന്റെ ശിഷ്യന്മാര് അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും പ്രവർത്തിക്കുന്നത് കണ്ടവരാണ് ഇവിടെ പൗലോസ് റെഫർ ചെയ്യുന്ന ഈ യഹൂദന്മാരായ ആളുകൾ. അത് മാത്രമല്ല, അവരിതിനെ എത്രത്തോളം കൂടുതൽ കണ്ടു, എത്രത്തോളം കൂടുതൽ അവർ ഗ്രഹിച്ചു, എത്രത്തോളം അവർ അതിനെ വ്യക്തിഗതമായി സാക്ഷികളായി, അത്രത്തോളം എന്ത് ചെയ്തു? അവർ അതിനെ അവഗണിക്കിയാൽ അവരുടെ കുറ്റം അവരിൽ വർദ്ധിച്ചു വരികയും ചെയ്തു. അല്ലെങ്കിൽ അവരുടെ കുറ്റക്കാരെന്നുള്ള ചിന്ത അവരിൽ വർദ്ധിച്ചു വരികയും ചെയ്തു. അവരുടെ വാസ്തവത്തില് യേശു ക്രിസ്തു താൻ തന്നെ അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന കണ്ടവരാണ്. കർത്താവായ യേശു ക്രിസ്തു അവരുടെ വിശദീകരണം പറയുന്നത് നേരിട്ട് കേട്ടവരാണ്. എങ്കിലും അവിശ്വാസം കൊണ്ട് അവര് ഈ കർത്താവായ യേശുവിൽ വിശ്വസിച്ചില്ല. ഇനി ഞാൻ മറ്റു കാര്യം പറയാം. ഇവിടെ ചില ആൾ പറയാറുണ്ട്, ഇവിടെ ഈ ടേസ്റ്റ് ചെയ്തവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്, അവരെല്ലാം വിശ്വാസികളാണ്, അവരെല്ലാം സഭയുടെ അംഗങ്ങളാണ്, അവരെല്ലാം സ്വർഗരാജ്യത്തിന് അവകാശികളായി തീർന്നവരാണ്,
അങ്ങനെയുള്ളവർ പിന്മാറിപ്പോയാൽ എന്നാണ് പറയുന്നതെന്ന്. അങ്ങനെയല്ല എന്റെ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, അങ്ങനെയല്ല. ഞാനത് പറഞ്ഞുതരാം. ഇപ്പൊ യോഹന്നാൻ മരുഭൂമിയിൽ വന്ന് മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. അവന്റെ അടുക്കൽ വരുന്നവരോട് അവൻ സർപ്പസന്ധികളെ വരുവാനുള്ള കോപത്തെ വിട്ടൊഴിഞ്ഞു പോകുവാൻ നിങ്ങളെ ഉപദേശിച്ചത് ആർ എന്ന്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനേകർ അവന്റെ അടുക്കൽ വന്നു. അവിടെ മർക്കോസ് ഇരിക്കുന്നത് ദ ഹോൾ ജൂഡയ കെയിം ടു ഹിം ടു ബി ബാപ്റ്റൈസ്ഡ് ബൈ ഹിസ് ഹാൻഡ്സ് എന്നാണ്. അതായത് അവന്റെ കൈകൾ സ്നാനമേൽക്കുന്നതിന് യഹൂദദേശം മുഴുവൻ അവന്റെ അടുക്കൽ വന്നു. പറഞ്ഞാൽ യഹൂദിയിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ ജനിച്ച ഒരു ദിവസം പ്രായമായ കുഞ്ഞു മുതൽ 99 വയസ്സുള്ള വല്യപ്പനും വല്യമ്മയും വരെ വന്നെന്നാണ് അർത്ഥം. അല്ല, ഇത് ഇറ്റ്സ് എ ഹൈപ്പർബോളിക് എക്സ്പ്രഷൻ, ഒരു അതിശയോക്തി പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ സോ മെനി നമ്പേഴ്സ് ഓഫ് പീപ്പിൾ ദേ കെയിം ടു ജോൺ ടു ടേക്ക് ബാപ്റ്റിസം ബൈ ഹിസ് ഹാൻഡ്. യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനമേൽക്കുവാൻ ഒരു ലാർജ് നമ്പർ ആളുകൾ, ഒരു വലിയ സംഖ്യ ആളുകൾ വന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഇവിടെ നമ്മൾ വായിക്കണം, ഇവിടെ കർത്താവായ യോഹന്നാൻ ഈ സ്നാനത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അവന്റെ ഇടയിൽ ഒരുപാട് പേർ വന്നു. അവരെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചു. വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുമ്പോൾ അവർ കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുന്നു. ഐ ബാപ്റ്റൈസ് യു ഇൻ ദ വാട്ടർ ആൻഡ് വിത്ത് ദ വാട്ടർ, ബട്ട് ദേർ ഈസ് വൺ ഹു കമ്മിങ് ആഫ്റ്റർ മീ. എനിക്ക് പിന്നാലെ വരുന്നതിനുണ്ട്. യു മസ്റ്റ് ബിലീവ് ഇൻ ഹിം. നിങ്ങൾ എന്ത് ചെയ്യണം? അവനിൽ വിശ്വസിക്കണം. അപ്പൊ യോഹന്നാന്റെ സ്നാനമേറ്റവർ യോഹന്നാൻ മരുഭൂമിയിൽ പ്രസംഗിക്കുന്ന പ്രസംഗ ശബ്ദം കേട്ട് എൻലൈറ്റ്മെന്റ് പ്രാപിച്ചവരാണ്. അതായത് പ്രകാശനം പ്രാപിച്ചവരാണ്. അവർ അവൻ എനിക്ക് മുമ്പായി വഴി നിന്നെ തേടുന്നതിന് ഞാൻ എന്റെ നിയമദൂതനെ അയക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ BC 740 പ്രവചിച്ച പ്രവാചകത്തിന്റെ നിവർത്തിക്കുന്നതിലാണ് കർത്താവായ യേശു ക്രിസ്തുവിനേക്കാൾ 6 മാസം പ്രായം കൂടുതലുള്ള യോഹന്നാനെ മരുഭൂമിയിൽ ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുന്നവരായി ദൈവം അയച്ചത്. അവൻ ന്യായപ്രമാണ യുഗത്തിലെ അവസാനത്തെ പ്രവാചകനായിരുന്നു. അപ്പൊ അവൻ വന്നിട്ട് എന്താ പ്രസംഗിച്ചത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ എന്ന് പ്രസംഗിച്ചു. മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. റിപ്പന്റൻസ് ഇൻ ഇറ്റ്സെൽഫ് ഈസ് നോട്ട് സാൽവേഷൻ. മാനസാന്തരം അതിൽ തന്നെ രക്ഷയല്ല. ദീസ് പീപ്പിൾ ഹു ഹേർഡ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് വെർ സ്പിരിച്വലി എൻലൈറ്റൻഡ്. യോഹന്നാന്റെ പ്രസംഗം കേട്ട ആളുകൾ ആത്മീകമായി പ്രകാശനം പ്രാപിച്ചു. തങ്ങൾ പാപികളാണ് എന്നവർക്ക് ബോധ്യമായി, തെറ്റുകാരാണ് എന്നവർക്ക് ബോധ്യമായി. ഒരു മെസ്സിയ വരാൻ പോകുന്നു, ആ മെസ്സിയയിൽ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്, അതിനായി തങ്ങളെ തന്നെ ഒരുക്കണമെന്ന് അവർക്ക് ബോധ്യമായി. അങ്ങനെ അവരെന്ത് ചെയ്തു? അവര് എൻലൈറ്റൻഡ് മൈൻഡ് കൊണ്ട് യോഹന്നാൻ പറഞ്ഞ വാക്കനുസരിച്ച് ആസ് എ സൈൻ ഓഫ് പ്രിപ്പയറിംഗ് ദ ലൈഫ് ആൻഡ് ഹാർട്ട്സ് ടു ദ വൺ ഹു ഈസ് കമ്മിങ് ആഫ്റ്റർ ഹിം. യോഹന്നാന് ശേഷം വരാൻ പോകുന്നവനെ സ്വീകരിക്കുവാൻ ഉള്ള ഒരുക്കത്തിന്റെ അടയാളമായി അവർ ഈ യോർദാനിൽ സ്നാനം ഏറ്റു. യോർദാനിൽ സ്നാനം ഏറ്റപ്പോൾ അവർ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ? ഈ പ്രകാശനം പ്രാപിച്ച് ഇവർ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ? എന്തോ ഒരു മരമണ്ടത്തരം അങ്ങനെ പറയുന്നത്. അങ്ങനെ സ്നാനപ്പെടുന്നവൻ വന്നവരോട് യോഹന്നാൻ പറഞ്ഞു, നിങ്ങൾ എന്റെ പിന്നാലെ വരുന്നവനിൽ വിശ്വസിക്കണം. അവൻ എനിക്ക് മുമ്പേ ഉള്ളവനാണ്, എന്നേക്കാൾ ശ്രേഷ്ഠനാണ്. അവന്റെ കാലിലെ ചെരുപ്പിന്റെ വാറ് അഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. നിങ്ങൾ അവനിൽ വിശ്വസിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ വാസ്തവത്തിൽ മനസ്സിലായോ? ഇവിടെ പറയപ്പെടുന്ന ആളുകളും യേശു ക്രിസ്തു അപ്പോസ്തലന്മാരും ചെയ്ത അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ ഇതെല്ലാം കണ്ട് പ്രകാശിതരായവരായിരുന്നു. ദേ വർ സ്പിരിച്വലി എൻലൈറ്റൻഡ്. ഈ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ബോധ്യപ്പെട്ട ആളായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഇൻസ്പൈറ്റ് ഓഫ് ഫ്ലഡ് ഓഫ് miracles and signs and wonders that Jesus and his disciples performed, they deliberately deviated from the truth because of their disbelief. കർത്താവായ യേശു അപ്പോസ്തലന്മാരും കാണിച്ച നിരവധി അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടും കേട്ടിട്ടും അവിശ്വാസം കൊണ്ട് അവർ അവന് ചെവി കൊടുക്കാൻ തയ്യാറായില്ല. മരിച്ച ലാസറെ ഉയർപ്പിച്ചത് കണ്ടവരാണ് അവർ. വരണ്ട കൈയുള്ള മനുഷ്യനോട് കൈ ഇങ്ങോട്ട് നീട്ടുക എന്ന് പറഞ്ഞപ്പോൾ അവൻ സൗഖ്യമായത് കണ്ടവരാണ് അവർ. അതുപോലെ തന്നെ ചെകിടന് കാഴ്ച കൊടുത്തപ്പോൾ ചെവി തുറന്ന് അവൻ കേട്ടത് സാക്ഷി എന്നവരാണിവർ. ഊമൻ സംസാരിച്ചത് സാക്ഷി എന്നവരാണിവർ. യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ട് ഇവനെ ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്ന അവനെതിരെ ആരോപണം പറഞ്ഞവരാണിവർ. എന്ന് മാത്രമല്ല, 12 സംവത്സരം രക്തസ്രവക്കാരിയായ സ്ത്രീയെ അവരുടെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ച കാര്യം അറിഞ്ഞവനാണ്. നയനിലെ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച സംഭവം അറിഞ്ഞവരാണ്. ഇനി മാത്രമല്ല, ഗലീലയിലെ കാനാവിലെ കല്യാണ ദിവസം പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ
അത് കുടിച്ചവരിൽ ഇവരിൽ പല ആളുകളുമുണ്ട്. പക്ഷെ അവർ രക്ഷിക്കപ്പെട്ടവരല്ല. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ആ അപ്പം തിന്നവരും മീൻ ഭക്ഷിച്ചവരും ഇവരിൽ പല ആളുകളുമുണ്ട്. അവരും എന്നല്ല, ഇതെല്ലാം കണ്ടിട്ടും അത് രുചിച്ചു നോക്കിയിട്ടും ഈ അടയാളങ്ങളും വരുവാനുള്ള ദൈവരാജ്യത്തിന്റെ അടയാളങ്ങളായ ഈ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും അവർ നേരിട്ട് കണ്ടിട്ടും അത് ആസ്വദിച്ചിട്ടും അവനാണിതൊക്കെ ചെയ്തത് എന്ന് മനസ്സിലാക്കിയിട്ടും അവനെ മനഃപൂർവ്വമായി ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാതെ അവനെ അവഗണിച്ചു കളഞ്ഞു. അങ്ങനെയുള്ള ആളുകൾക്ക് അതിഭയാനകമായ ഒരു വലിയ ന്യായവിധിയുടെ പ്രതീക്ഷയല്ലാതെ വേറെ യാതൊരു പ്രതീക്ഷയില്ലെന്നാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ അതിശക്തമായിരുന്ന പ്രകാശനം, അതായത് സുവിശേഷത്തിന്റെ അതിശക്തമായ പ്രകാശനം അവർ ലഭിച്ചിട്ടും പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു മുഖാന്തരമായി ചെയ്ത ശുശ്രൂഷകൾക്ക് അവർ അക്കമ്പനി ചെയ്തിട്ടും അതുപോലെ സ്വർഗീയ ദാനത്തെ അവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും ദൈവത്തിന്റെ വചനത്തെ അവർ ആസ്വദിച്ചു നോക്കിയിട്ടും വരുവാനുള്ള ദൈവരാജ്യത്തിന്റെ ശക്തിയായ അടയാളങ്ങളെ അത്ഭുതങ്ങളെയും നേരിട്ട് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടും എന്ത് ചെയ്തില്ല, കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അവർ സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, the people, the writer referring in this particular passage of scripture is not noted about those who are born again, but those who are at the brim of salvation but deliberately rejected it. രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചല്ല, രക്ഷയുടെ വക്കിലെത്തിയ ശേഷം സർവകാര്യവും വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മനഃപൂർവ്വമായി അതിനെ തൃണവൽക്കരിച്ച് കളഞ്ഞ് ദൈവത്തിന്റെ ഭയാനകമായ ന്യായവിധിക്ക് അവകാശികളായി തീർന്നവരെ കുറിച്ചാണെന്നാണ്. അത് തന്നെയാണ് 10-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങളിലും ഈ അപ്പോസ്തലൻ പറയുന്നത്. ഞാൻ അടുത്ത എപ്പിസോഡിൽ അത് പറയാൻ പോകുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സഹിക്കുകയില്ല. കാര്യം ഈ 5 എപ്പിസോഡിൽ തന്നെ ഒരാൾ പറഞ്ഞേക്കുന്നത് ഇതങ്ങ് നിർത്തിക്കൂടെ എന്നാണ്. എന്താറിയാമോ, അത്രമാത്രം അസഹ്യമാകുന്നത് കേട്ടിട്ട്. രക്ഷിക്കപ്പെട്ടയാള് അവന്റെ രക്ഷ നഷ്ടപ്പെടുകയില്ല, എന്നാൽ ഇവിടെ പറയപ്പെടുന്നവന്റെ രക്ഷ നഷ്ടപ്പെടുന്നു. എന്താണ്, അവനെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ സാധിക്കുന്നില്ല. എന്താ കാരണം? അവൻ they have sinned against the flood of light. ദൈവപ്രകാശത്തിന്റെ പ്രവാഹത്തിനെതിരെ ഭയാനകമായി പാപം ചെയ്ത് പിന്മാറിയവരാണ്. ഇനിയും 10-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യം പറയുമ്പോൾ ഇതേ കാര്യമാണ് അപ്പോസ്തലൻ പറയുന്നത്. അത് നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ പറയാൻ അർത്ഥമെന്ന് വെച്ചാൽ, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, അവിടെ സത്യത്തിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചല്ല. They have even come to the last point of understanding what is salvation and what is the necessity of salvation. രക്ഷ എന്താണ്, രക്ഷയുടെ ആവശ്യകത എന്താണ്, and who is the savior, ആരാണ് രക്ഷകൻ. ഈ കാര്യങ്ങളുടെ അവസാനത്തെ ഭാഗം വരെ അവരെ ബുദ്ധിയിൽ മനസ്സിലാക്കി. ഈ കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കി. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് ലോകത്തോട് അദ്ദേഹത്തിന്റെ മൈ ഡെയിലി ഡയറി, എന്റെ ഡെയിലി ഡയറി കുറിപ്പുകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം എഴുതി വെച്ചു കഴിഞ്ഞപ്പോൾ ലോകം ഇന്ന് വരെ ജന്മം കൊടുത്തിട്ടുള്ള ആത്മീയ ഗുരുക്കന്മാരിൽ യേശുക്രിസ്തുവിനെ എക്സെൽ ചെയ്യുന്ന ഒരാത്മീയ ഗുരുവിനെ ഞാൻ എന്റെ പാരായണത്തിൽ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾ മാത്യു 5:6-7 അത്രമാത്രം ശ്രേഷ്ഠമാണ്, എക്സലന്റ് ആണ് എന്ന് പറഞ്ഞ മനുഷ്യനാണ്. ആ മനുഷ്യനോടാണ് പ്രസിദ്ധനായ ഒരു മനുഷ്യൻ ചോദിച്ചു, വാട്ട് ഈസ് യുവർ പേഴ്സണൽ അപ്രീസിയേഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞതറിയാമോ, ദ ലോർഡ് കൃഷ്ണ ഇൻ ഹിന്ദുയിസം ആൻഡ് ക്രൈസ്റ്റ് ഇൻ ക്രിസ്ത്യാനിറ്റി ആർ സെയിം ഇൻ എസൻസ് ആൻഡ് എൻറ്റിറ്റി. അതായത് ഹൈന്ദവ വേദാന്തങ്ങളിൽ പറയപ്പെടുന്ന ശ്രീകൃഷ്ണനും ബൈബിളിൽ പറയപ്പെടുന്ന യേശു ക്രിസ്തുവും ആളത്വത്തിലും സത്തയിലും, അല്ലെങ്കിൽ സത്തയിലും സാരാംശത്തിലും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാകുന്ന ക്രിസ്തുവിനെ കുറിച്ച് വലിയ അഭിപ്രായം പറഞ്ഞ, പരിജ്ഞാനം പ്രാപിച്ച, അറിവ് പ്രാപിച്ച ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞതറിയാമോ, ഇവിടെ വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞത് ബോത്ത് ആർ വൺ ആൻഡ് സെയിം, രണ്ടും ഒന്നാണെന്ന് പറഞ്ഞു. അങ്ങനാണോ, അതാണോ ശരി? നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പറയുകയാണ്, സത്യത്തിന്റെ പരിജ്ഞാന വിശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, ഹിയർ ദി പാസേജ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഡെലിബറേറ്റ് സിൻ, മനഃപൂർവ്വമായി ചെയ്യുന്ന പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗം ശേഷിക്കാൻ, ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ എബ്രായലേഖനം 6-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന ഭാഗത്ത് പരാമർശിക്കപ്പെടുന്ന വായനക്കാർ എബ്രായ ലേഖനം എബ്രായ വിശ്വാസികൾ തന്നെ എഴുതിയാണ്, ക്രൈസ്തവർക്ക് എഴുതിയാണ്. പക്ഷെ ആ ലേഖനം വായിക്കുന്നവരുടെ കൂട്ടത്തില്
ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ 3 വിഭാഗം ആളുകളുണ്ട്. ഒന്ന്, രക്ഷിക്കപ്പെട്ടവരെങ്കിലും സ്റ്റിൽ ബേബി സ്റ്റേറ്റിൽ കഴിയുന്നവർ. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് കുടിപ്പാൻ ആവശ്യം. കാലപ്പഴക്കം നോക്കിയാൽ ഉപദേശകന്മാരായി തീരേണ്ട നിങ്ങൾ പലരും ഇന്നും ഉപദേശത്തിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞു തരുവാൻ ആവശ്യമെന്ന് പറയുമ്പോൾ ദേവർ സ്റ്റിൽ ബേബ്സ് ഇൻ ക്രൈസ്റ്റ്. അവരിപ്പോഴും ക്രിസ്തുവിൽ ബേബികളാണ്, കുട്ടികളാണ്. അപ്പൊ അങ്ങനെയുള്ള ആത്മാവിൽ ശിശുക്കളായ ആളുകൾ. 2, എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് റീഡേഴ്സ് ഹു ആർ സ്പിരിച്വലി മച്ചുവേർഡ്. ആത്മീയമായി പക്വത പ്രാപിച്ച ഒരു ചെറിയ ഭാഗം ആളുകൾ. 3ാമത്തെ ആളുകൾ ദി അപ്പോസ്റ്റേറ്റ് ഹു ആർ സ്റ്റാൻഡിംഗ് അറ്റ് ദ വിം ഓഫ് സാൽവേഷൻ ബട്ട് ബാക്സ്ലൈഡൻ നോട്ട് എൻട്രിങ് ഇൻ ടു ഇറ്റ്. അതായത് രക്ഷാപദ്ധതിയിലേക്ക് പ്രവേശിക്കാതെ രക്ഷയുടെ വക്കോളം വന്നെത്തി അത് എത്തി നോക്കി കണ്ടിട്ട് അതിൽ നിന്ന് പിന്മാറിയ ആളുകൾ. മനസ്സിലായല്ലോ? ഗിദെയോനെ ഈ ജനത്തെ ഇവിടെ യുദ്ധത്തിനായിട്ട് ഒരുക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നത് ഒരുപറ്റം ആളുകൾ എന്ത് ചെയ്തു? അവര് വന്ന് കൈകൊണ്ട് 2 കൈ കൊണ്ടും വെള്ളം അവരെ മോന്തി കുടിച്ചു. മറ്റൊരു കൂട്ടം ആളുകൾ ഒരു കൈയിൽ ആയുധം പിടിച്ച് വലം കൈ കൊണ്ട് അവരെ ഇതുകൊണ്ട് നാവ് കൊണ്ട് നക്കി കുടിച്ചു, പട്ടി കുടിക്കുന്ന പോലെ. അവരെയാണ് ഗിദെയോൻ തിരഞ്ഞെടുത്തത്. മനസ്സിലാക്കണം. പക്ഷേ ഈ മൊത്തി കുടിച്ചവരെ പുറകോട്ട് മാറ്റിവിട്ടു. അവർ യുദ്ധത്തിന് കൊള്ളാവുന്നതല്ല എന്ന് മനസ്സിലാക്കി. കാരണം അറിയാമോ, ആയുധം എങ്ങനെ പ്രയോഗിക്കണം എന്ന് അറിയാവുന്നവരെ വേണം യുദ്ധത്തിന് ഏൽപ്പിക്കുവാൻ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പറയപ്പെടുന്ന ഈ അപ്പോസ്റ്റേറ്റുകൾ, വിശ്വാസത്യാഗികൾ. ഇന്നലെ ഒരാൾ പറഞ്ഞത് അപ്പോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോസ്റ്റേറ്റ് ഈസ് എ പേഴ്സൺ ഹു ഈസ് ഇന്റലക്ച്വലി എൻലൈറ്റൻഡ് ഓഫ് ദ ട്രൂത്ത് ബട്ട് ഡെലിബറേറ്റ്ലി റിജക്റ്റഡ് ഇറ്റ്. ബൗദ്ധിക മണ്ഡലത്തിൽ യാഥാർത്ഥ്യങ്ങളെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും മനഃപൂർവ്വമായി അതിനെ അവഗണിച്ചു കളഞ്ഞ ആളുകളാണ് അപ്പോസ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. നോ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ ബിലീവർ ക്യാൻ ബിക്കം ആൻ അപ്പോസ്റ്റേറ്റ്. രക്ഷിക്കപ്പെട്ട വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഒരു വിശ്വാസി ത്യാഗിയാകാൻ കഴിയില്ല, പിന്മാറ്റക്കാരനാകാൻ കഴിയും. ഹി മേ ബി ബാക്സ്ലൈഡൻ ബട്ട് ഹി ക്യാൻ നെവർ ബിക്കം ആൻ അപ്പോസ്റ്റേറ്റ്. അപ്പോസ്റ്റേറ്റ് വീണ്ടും ജനിച്ച ആളല്ല. അപ്പൊ ഇവിടെ പറയപ്പെടുന്ന ആളുകൾ, ദീസ് ആർ ദ പീപ്പിൾ ഹു ഹാഡ് ബീൻ received 5-fold spiritual privileges. 5 വ്യത്യസ്തമായ ആനുകൂല്യങ്ങൾ രക്ഷിക്കപ്പെടാൻ നൽകപ്പെട്ടവരായിരുന്നു ഈ ആളുകൾ. എന്തായിരുന്നു? പ്രകാശം ലഭിച്ചവരായിരുന്നു, സ്വർഗീയദാനം ആസ്വദിച്ചവരായിരുന്നു, പരിശുദ്ധാത്മാവിനോട് അസോസിയേറ്റ് ചെയ്തവരായിരുന്നു, പ്രൊസസ് ചെയ്തവരായിരുന്നില്ല, ദൈവത്തിന്റെ നല്ല വചനം രുചിച്ചു നോക്കിയവരായിരുന്നു, വരുവാനുള്ള ദൈവത്തിന്റെ ശക്തിയായ അടയാളങ്ങളും അത്ഭുതങ്ങളും, അതായത് വരുവാനുള്ള ദൈവരാജ്യത്തിന്റെ ശക്തിയായി പറയപ്പെടുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ നേരിട്ട് കണ്ടവരും ആസ്വദിച്ചവരുമായിരുന്നു. അങ്ങനെയുള്ളവർ പിന്മാറിപ്പോയാൽ അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. ഈ വേദഭാഗത്ത് പരാമർശിക്കപ്പെടുന്ന ആളുകൾ വീണ്ടും ജന്മം പ്രാപിച്ചവരല്ല എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഒടുവിലത്തെ പ്രയോഗം. അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. ഇതിനോട് ചേർത്ത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം കൂടെ വായിക്കണം. അവിടെ നമ്മൾ വായിക്കുന്നു, സൃഷ്ടി മുതൽ നോഹയുടെ കാലത്തെ പ്രളയം വരെയുള്ള ജനതയുടെ കാലചരിത്രം, കായീന്യ സംസ്കാരത്തിൽപ്പെട്ട ജനങ്ങളുടെ ചരിത്രം, പാപത്തിന്മേൽ പാപം ഒഴുകി ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കിയാൽ അത്യന്തം ദുഃഖിക്കുന്നു എന്ന് ദൈവവും പറയത്തക്ക നിലയിൽ പാപം അത്യന്തം പെരുകി ഭൂമി വഷളത്വം കൊണ്ട് നിറഞ്ഞ ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിങ്കിലേക്ക് ജനം മടങ്ങി വരേണ്ടതിന് വ്യക്തികളോട് പരിശുദ്ധാത്മാവ് സമ്പർക്കം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അവർ പാപത്തിൽ മുഴുകി രസിച്ച് ജീവിച്ചു. ആ ജീവിച്ച ജനതയോട് ഉൽപ്പത്തി 6:3 ഇപ്രകാരം ദൈവം വിളിച്ചു പറഞ്ഞു, മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് സ്ട്രൈവ് വിത്ത് മാൻ ഫോർ എവർ. മനുഷ്യരിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ട് ഇരിക്കുകയില്ല. ദ ഹോളി സ്പിരിറ്റ് വാസ് വിത്ഡ്രോൺ. സോ ദ പീപ്പിൾ വേർ വിത്ഡ്രോൺ ഫ്രം ദ പ്രിവിലേജ് ഓഫ് ഗെറ്റിംഗ് സാൽവേഷൻ. രക്ഷിക്കപ്പെടാൻ കഴിയാതെ എന്ത് ചെയ്തു? അവരെ പിന്മാറിപ്പോയി. അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നല്ല. ഒരു വിശ്വാസി പാപം ചെയ്ത് പിന്മാറ്റക്കാരനായാൽ അവനെ കൂട്ടായ്മയിലേക്ക് മടക്കി വരുത്താൻ കഴിയും, മാനസാന്തരത്തിലേക്ക് മടക്കി വരുത്തുവാൻ കഴിയും എന്നുള്ളതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് യോഹന്നാൻ 21 കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാന അനന്തരം പത്രോസിനെ യഥാസ്ഥാനപ്പെടുന്ന ചരിത്രം രേഖപ്പെടുത്തുക ചെയ്യുന്നത്. എന്നാൽ ഇവിടെ എബ്രായലേഖനം പറയപ്പെടുന്ന പാർട്ടികളെ മാനസാന്തരത്തിലേക്ക് വരുത്തുവാൻ കഴിയുന്നതല്ല. കാരണം they went in apostasy. Those who were enlightened of the truth of the word of God and the need of salvation and the need of Savior, yet deliberately withdrawn from accepting salvation, they can never be reinstated unto repentance. അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയില്ല. ചുട്ടുകളയത്രേ അവരുടെ അവസാനം. അതിഭയാനകമായ ന്യായവിധിക്കായി
കൈവഴപ്പെടുകത്രേ അവരുടെ അവസാനം. എനിക്കറിയാം, എന്നെ കേൾക്കുന്ന നിങ്ങൾ അനേക ആളുകൾക്കും ഒന്നിയിലെ വചനഭാഗം ശരിയായി അറിയാൻ വയ്യ, അല്ലെങ്കിൽ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് നിങ്ങളുടെ പരമ്പരാഗതമായ വിശ്വാസം നിമിത്തം നിങ്ങൾ മനഃപൂർവ്വമായി ഈ തിരുവഴുത്തിനെ അവഗണിക്കുന്നു. അതിനെനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ. ഏതായാലും ഈ പഠന പരമ്പര നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും, പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുഗ്രഹമായി തീരും എന്ന് പൂർണ്ണമായി കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന വേദഭാഗം കൂടെ പരാമർശിച്ചുകൊണ്ട് രക്ഷ ഒരു കാരണവശാലും നഷ്ടപ്പെടുകയില്ല, നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് സ്ഥാപിക്കുവാൻ ദൈവസ്ഥ ഞാൻ ആഗ്രഹിക്കുന്നു. എളിയവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുള്ള.